ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനപാലനോട് വന്നിട്ട് നമ്മുടെ കബഡിയൊക്കെ നിരത്തിയിട്ട് അതിലെന്താണ് തെളിയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അഞ്ജുവും അതുപോലെ തന്നെ വർഷയും. അപ്പോഴത്തേനും ആരോടും തെളിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഇത് തെളിയണമെങ്കിൽ കുറച്ച് വഴിപാടുകൾ നടത്തണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നും പറയുന്നു. എന്ന് ഞാൻ കുറച്ച് വഴിപാടുകൾ എഴുതി തരാം, അതെല്ലാം തന്നെ ഒന്ന് കൊണ്ടുപോയി നോക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് വന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അഞ്ചു ആണെങ്കിലോ ഇന്നലെ അങ്കിൾ പറഞ്ഞിട്ടുള്ള സ്വീറ്റ്സ് ഇതാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ തന്നെ ചെല്ല് എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു സാധനവും കഴിക്കരുത്. ആ സമയത്ത് തന്നെ മല്ലികയ്ക്ക് ആ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കഴിക്കാനൊന്നും പാടില്ല, അവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ മലയാക്കിയാണെങ്കിൽ ഒരു ജിലേബി എടുത്ത് കഴിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. മാഡം നല്ല സൂപ്പർ സ്വീറ്റ്സാണ്, നല്ല സ്വീറ്റായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. നീ അതെടുത്ത് കഴിച്ചോ? മാഡം എന്താ അത് കഴിക്കാൻ പാടില്ല, അവിടുന്ന് കൊണ്ടുവരേണ്ടത് ഒന്നും തന്നെ ഇനി കഴിക്കുകയും ചെയ്യരുത്, അതൊക്കെ ആ ബാധ ചിലപ്പോൾ നിൻ്റെ ദേഹത്ത് കയറാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവിടുന്ന് കുറേ പാത്രങ്ങൾ അവിടുന്ന് കൊണ്ടു വന്നിട്ടുണ്ട്, കറികളും മറ്റുമായിട്ട്, അതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുകയും വേണമെന്ന് പറയുന്നു. അയ്യോ മാഡം, എൻ്റെ ദേഹത്ത് ബാധ കൂടുമോ? അത് പറയാൻ പറ്റില്ല, ബാധ കൂടിയാൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പറഞ്ഞയക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് മല്ലികക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് വിവേകിനോട് വർഷയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജുമണി സംസാരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, ഇതൊക്കെ വെറുതെ ആയിരിക്കും, കാണിച്ചു കൂടലായിരിക്കും, പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കേസ് തന്നെയാണ്. ആ ഒരു ആത്മാവിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണം കാഞ്ചന എന്നുള്ളത്. അബിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തോ പ്രതികാരം തീർക്കാനുണ്ട്. അതായിരിക്കും ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ, അതായത് മണിച്ചിത്രത്താഴ് സിനിമ അതായത് റിലീസാവുന്ന സമയത്ത് ആണ് ഈ കൊലപാതകം നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശിവ അതൊക്കെ അന്വേഷിച്ച് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശിവ പറയുന്നുണ്ട് അന്നത്തെ ന്യൂസ് പേപ്പറിലും മീഡിയയിലും ഒന്നും തന്നെ ഈ വാർത്തയില്ല, DYSP മേഡത്തോട് കാര്യങ്ങൾ സംസാരിച്ചു, ഇതിലൊന്നും റെക്കോർഡിലും ഈ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതാരും അറിയാത്തൊരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. നാളെ എന്തായാലും ആ ഒരു കാഞ്ചനമാലയുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം, അവരുടെ മകളിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയുമായിരിക്കും, അതിലൂടെ നമുക്ക് ആ ഒരു കാര്യത്തിൽ എത്തിച്ചേരണമെന്ന് പറയുന്നു. അല്ലാതെ ഈ കബഡി നിരത്തിയിട്ടൊന്നും കാര്യമില്ലെന്ന് പറയുന്നു. വർഷയാണെങ്കിലോ നമ്മുടെ ശിവ അത് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചേ പറ്റുള്ളൂ, ചില കാര്യത്തിലൊക്കെ സത്യമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അബി നല്ല ഉറക്കമാണ്, ആ ബോധം കെട്ട് വീണതിന് ശേഷം അബി എണീറ്റിട്ടില്ല. അങ്ങനെ അബിയുടെ ഫോൺ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥാട്ട വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ശ്രീജിത്ത് എന്ന പേരിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ശ്രീജിത്താണല്ലോ, ആരാണെന്ന് നമുക്ക് ആ കോൾ എടുത്തോണ്ട് നോക്കാം, അബിക്ക് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് വർഷം എടുക്കുന്നതും ആ കോൾ കട്ടാവുന്നു. അപ്പോഴത്തേനും ഇതാരാ വിളിക്കുന്നാവോ, പാവം അബി ഉറങ്ങുകയാണ്, നാളെ പറയാം. ആ സമയത്ത് ശിവ വിളിക്കുന്നുണ്ട്, കുറേ നേരമായാലും ഫോൺ അടിക്കുന്ന കേൾക്കുന്നു. ഞാൻ എടുക്കാൻ പോയപ്പോൾ കട്ടായി, വീണ്ടും അടിക്കുന്നു കേട്ടോ. അബിയുടെ വല്ല ക്ലയൻസും ആയിരിക്കും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ്. അബിയുടെ ഈ കാര്യങ്ങളൊന്നും അവരോട് പറയണ്ട, പിന്നെ നമ്മൾ എന്ത് പറയും, നാളെ അവൾ വിളിക്കുന്നു മാത്രം നമുക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് എന്തായാലും ശിവയ്ക്ക് ഇയാളുടെ സൗണ്ടൊന്നും കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് അബി നാളെ വിളിക്കും, അവൾക്ക് നല്ല തലവേദനയാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാനും നാളെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അബിക്ക് വേണ്ടപ്പെട്ട ഒരാളാണത് മനസ്സിലായി, കാരണം എന്നും വിളിക്കുന്നൊരു കോളാണ്, രാവിലെയും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാഞ്ചനയുടെ പ്രശ്നം ഒന്ന് തീരട്ടെ, എന്നിട്ട് ഇയാളുടെ പുറകെ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയുന്നു. എന്തായാലും നാളത്തെ കാര്യം നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ നടക്കട്ടെ. അങ്ങനെ രാവിലെ തന്നെ ആ ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിവയും അഞ്ചും കൂടി പുറപ്പെടുന്നു. അപ്പോഴത്തേനും നിങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങിയോ? അബി എന്തേ? അബി ഇന്നലെ രാത്രി മുതൽ ഉറങ്ങിയതാണ്, പിന്നെ എണീറ്റിട്ടില്ല, മോളെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട് ആച്ചയും കൂട്ടിയിട്ട്. ഇപ്പോൾ അവളുടെ അമ്മയായിട്ടാണല്ലോ നിൽക്കുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ പിന്നീട് ശിവ പറയുന്നുണ്ട്, തനിക്ക് പേടിയുണ്ടോ അവളുടെ അടുക്ക ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്? എനിക്കൊരു പേടിയില്ല, നിങ്ങൾ പോയിട്ട് വായോ. അബിയാണെങ്കിൽ എണീറ്റ് വരുന്നുണ്ട്. ആരാണ് ആ കൊച്ചിനെ എൻ്റെ കൂടെ കിടത്തിയത്? അതാണ് ഈ ദേഹത്തൊക്കെ മുള്ളുകയും ചെയ്തു എന്ന് പറയുന്നു. നീ തന്നെ അവളെ പിടിച്ച് കിടത്തിയത്, നിൻ്റെ ദേഹത്ത് ബാധ കൂടിയതിൻ്റെ ഭാഗമായിട്ട് അവളെ ഞങ്ങൾക്ക് വിട്ടു തരുന്ന പോലുമില്ല കാഞ്ചനയെ എന്നാ പ്രേതത്തിനെ എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അവർ പിന്നെയും കയറിയോ? ഞാൻ വിചാരിച്ചു ഇതൊരു വയസ്സായൊരു സ്ത്രീ, 33 വർഷം മുന്നേ നടന്ന കാര്യം എന്തോ ആണ്, നല്ല യങ്ങായിട്ടുള്ള വല്ല പ്രേതമായിരുന്നെങ്കിൽ സന്തോഷമായെന്ന് പറയുന്നു. നീ ആൾ കൊള്ളാലോ, ഇത് നമ്മുടെ അഭി തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി പോയി അന്വേഷിക്കണോ ശിവയെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഒരുങ്ങി പുറപ്പെട്ടില്ലേ, അവളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആ ഒരു ധനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുക, വഴിപാട് കാഴ്ച കാര്യങ്ങളും അതിൻ്റെ പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അതെല്ലാം തന്നെ സംസാരിച്ച് വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ആ ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ ശിവയും അല്ല നമ്മുടെ അഭിയും അതുപോലെ തന്നെ വർഷയും കൂടി ധനങ്ങളുടെ അടുത്തേക്ക് വരുന്നു കേട്ടോ. വഴിപാടൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ ആരോടും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലാണെങ്കിലോ ശക്തമായിട്ടുള്ള ഒരു ആത്മാവാണത്. അങ്ങനെയൊന്നും അവൾ വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് എന്തോ ധീരമായിട്ടുള്ള ഒരു പ്രതികാരം തീർക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാണ്. വെറുതെ ആത്മാക്കളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് പ്രതിവിധി ഇല്ലാതെ നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓജ ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇവരെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നോക്കട്ടെ, പ്രശ്നങ്ങൾ കൂടുതൽ വഷണാവുന്നതിന് മുന്നേ അത് ഒഴിപ്പിക്കാനുള്ള വഴി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അതിന് പറ്റിയ ആൾക്കാരൊന്നും ഞങ്ങളെ പക്കലില്ല എന്ന് വർഷ പറയുന്നുണ്ട്. അതൊന്നും മക്കൾ വിഷമിക്കേണ്ട, അതിനുള്ള ഒരു പൂജാരിയൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും മല്ലികാക്ക അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ പോകുമ്പോഴത്തേനും മാഡം മാഡം എന്തിനാണ് വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് പാത്രങ്ങൾ കൊടുക്കാനുണ്ട് അവിടേക്ക്, അവിടെ നിന്നൊന്നും ഇനി കൊണ്ടുവരികയും കൊടുക്കുകയൊന്നും വേണ്ട, നീ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേനും ഇല്ല, എനിക്ക് പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നത്? അത് പിന്നെ ആ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കയറിയാലോ, എൻ്റെ പൊന്നു മല്ലികയെ, അങ്ങനെയാണെങ്കിൽ നാളെ നീ കാണിക്ക് വരേണ്ട കാര്യമില്ലെന്ന് ധനങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും പൊന്നു മല്ലികയെ, അതായത് ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ ഒരു ആത്മാവിന് നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. മല്ലികയെ ഒന്ന് ആക്കി ഇതുപോലെ സംസാരിക്കാൻ കേട്ടോ. മേഡം എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം തന്നെ പാത്രങ്ങളൊക്കെ ആയിട്ട് ജാൻസി വിളിയിലേക്ക് തന്നെ നമ്മുടെ മല്ലികാക്ക വരുന്നു. ആ സമയത്ത് വർഷയും അഭിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു കേട്ടോ. അപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇവിടെ കുറച്ച് പാത്രങ്ങൾ തരാൻ പറഞ്ഞു, അത് തിരിച്ചു തരാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചനയാണോ ഈ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തമിഴിൽ 2 സംസാരിക്കുന്നുണ്ട് നമ്മുടെ അഭി. ആ സമയത്ത് അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യരുത്, കാരണം എനിക്ക് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, അവൾക്ക് തുമ്പിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലും പറയുന്നുണ്ട്. അക്ക ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അക്കാനൊന്ന് പറ്റിച്ചതല്ലേ, അക്ക അവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. എനിക്കൊരു സംശയമുണ്ട്, കാരണം ഒരു ശരീരത്തിൽ ഒരു ആത്മാവിന് മാത്രമല്ലേ നിൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അബിയുടെ ആത്മാവ് എവിടെ പോയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അത് വേറൊരാളുടെ ദേഹത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ആത്മാവോ? അക്ക അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം തന്നെ എനിക്കൊരു പ്രശ്നമില്ല, ഇപ്പം ഞാൻ അഭിയായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, അക്ക കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല ചില സമയത്തൊക്കെ തമിഴ് സംസാരിക്കുന്നത് കാണുമ്പോഴത്തേനും കാഞ്ചന ഈ ദേഹത്ത് വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിപ്പപ്പനെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ ആവുമെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ വർഷ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും പ്രേതം കയറിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ മല്ലികാക്ക ഈ പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട, ആർക്കാർക്കും ഇവിടെ പ്രശ്നമൊന്നുമില്ല, കുറേ ഊഹിച്ച് കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്നു. ആ സമയത്ത് തനിക്ക് ഇന്നലെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്, ഞാൻ തന്നിട്ടില്ലല്ലോ ഇതാ ഫോണെന്ന് പറയുന്നു. പെട്ടെന്നൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. ആ സമയത്ത് ശ്രീജിത്ത് എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥിനെയാണ്. അങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അഭി, ഇവർ ശ്രീനാഥിനോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാതെ. ഇത്രയും കാണിച്ചുകൊണ്ടിരുന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയും.